നാട്ടിൽ ഡെങ്കിപ്പനിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഡെങ്കിപ്പനി എല്ലാ വർഷവും നമുക്ക് ഏറ്റവും മനുഷ്യന്മാരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഡെങ്കിപ്പനി. കാരണം നമ്മൾ ഈ മഴക്കാലത്ത് എന്താ പറയുക, നമ്മുടെ വീട് പരിസരങ്ങളൊക്കെ നമ്മളെല്ലാം ക്ലീനായിട്ട് സൂക്ഷിക്കുക. കാരണം നമ്മൾ ചിരട്ട അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് വരെ മതി, അതിനകത്ത് വെള്ളം കെട്ടിരുന്നിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ എടുത്ത് ജസ്റ്റ് നമ്മളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം കൊതുക് അതിനകത്ത് മുട്ടയിടുന്നതെന്ന്. കാരണം ശുദ്ധജലത്തിലാണ് ഡെങ്കു കൊതുക് മുട്ടയിടുന്നത്. പിന്നെ ഡെങ്കു കൊതുകിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ രാത്രി നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ച് കിടന്നാലും രാത്രി കടിക്കുന്ന കൊതുകല്ല കേട്ടോ നമുക്ക് ഡെങ്കുപ്പനി ഒരിക്കലും നമുക്ക് വരുത്തുന്നത്. നമ്മളത് പകൽ കടിക്കുന്ന കൊതുകുകളാണ് കേട്ടോ ഡെങ്കു വരുത്തുന്നത്. പിന്നെ നമ്മൾ വീട് ഞാൻ പറഞ്ഞല്ലോ, ജനലുകളൊക്കെ നമ്മൾ നെറ്റൊക്കെ അടിച്ച് മഴക്കാലത്ത് സൂക്ഷിക്കുക. കൊതുകിന് വേണ്ടി ഉള്ള കൊതുക് ബാറ്റൊക്കെ യൂസ് ചെയ്യുക. അത്യാവശ്യം നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ജനലൊക്കെ നെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട് വാതിലൊക്കെ അല്ലെങ്കിൽ ബാക്ക് സൈഡിലെ വാതിലുകളൊക്കെ നമ്മൾ തുറന്നിടുന്ന ഒരു സമയത്ത് വരെ നമുക്ക് കൊതുക് ഉള്ളിലേക്ക് കയറാം. പിന്നെ നമ്മൾ പുറത്തുകൂടെയൊക്കെ നടക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. പിന്നെ ഡെങ്കുപ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പനി ഉണ്ടാകാം. കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. പെട്ടെന്ന് മഴയാകാം, പിന്നെ പെട്ടെന്ന് ചിലപ്പം വെയിലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് വൈറൽ പനികളൊക്കെ നമുക്ക് ഉണ്ടാകാം. പക്ഷേ ഡെങ്കുപ്പനി ആണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് മാർഗങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് നമ്മൾ 100 ഡിഗ്രി കൂടുതൽ ശക്തമായ പനിയായിരിക്കും, പനി വിറയൽ അങ്ങനെ കുറച്ച് ശക്തമായി നമുക്ക് പനി ഉണ്ടാകും. പിന്നെ ഡെങ്കുപ്പനിക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈകുന്നേരങ്ങളിൽ പനി കൂടും. വൈകുന്നേരങ്ങളിലായിരിക്കും പനി മിക്കവാറും കൂടുക. പിന്നെ നമുക്ക് തലവേദന ഉണ്ടാകാം, പിന്നെ ബോഡി പെയിൻ, നല്ല ശക്തമായ ബോഡി പെയിൻ ഉണ്ടാകാം. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കണ്ണടയ്ക്കുക തുറക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഒരു വേദന ഉണ്ടാകാം. പിന്നെ ചിലർക്കത് ഛർദി ഉണ്ടാകും, പിന്നെ ലൂസ് മോഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മൾ പേടിക്കേണ്ട ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെങ്കുപ്പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. കാരണം ഇത് കപ്പളത്തിൻ്റെ നീര് അരച്ച് കുടിക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും എത്രത്തോളം നമുക്കത് നല്ലതാണെന്നോ അല്ലെ അത് കുറയുന്നുണ്ടോ അതൊന്നും നമുക്ക് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അനാർ ജ്യൂസ്, പിന്നെ അങ്ങനെയുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്ന കിവി പോലത്തെ പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ കൗണ്ട് ഇതൊക്കെ കൂടാൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഇതിനു വേണ്ടി ഈ ഡെങ്കു പനിക്ക് വേണ്ടി ഒന്നും സ്പെഷ്യലായിട്ടും ഉള്ള ഒരു ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ അതൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ പനി വരുന്ന സമയത്ത് നമുക്ക് ഈ പനി കുറയ്ക്കാനുള്ള മരുന്നുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ ചിലർക്ക് നമുക്ക് പാരസെറ്റാമോളൊക്കെ ഹൈ ഡോസിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പനി കൂടുന്ന സമയത്ത് നമുക്ക് ശരിക്കും അതും ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം പിന്നെ നമ്മുടെ കരളിനെയൊക്കെ ഇത് ബാധിച്ചേക്കാം. അങ്ങനെയുള്ള ഹാർട്ട് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ കുറയുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാകാം. കാരണം നമുക്ക് ഈ പല്ല് തേക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ശരിക്കും പിന്നെ നമ്മുടെ മൂണയിലൊക്കെ ബ്ലഡ് ചെറുതായിട്ട് ബ്ലീഡിങ് പോലെ അതൊക്കെ വരാം. പിന്നെ റാഷസ് വരാം നമ്മുടെ മേത്തൊക്കെ. ഇതെല്ലാം നമ്മുടെ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ ഡെങ്കിപ്പനി നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. കാരണം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് വരാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഇതിന് വേണ്ട ഒരു നടപടികൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ പരിസരങ്ങളൊക്കെ ക്ലീൻ ആക്കുക. പിന്നെ പുല്ലായിക്കോട്ടെ നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ ഒരു അത്യാവശ്യ സ്ഥലങ്ങളിൽ അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി അത് പുല്ലൊക്കെ എല്ലാം കളഞ്ഞ് മഴയായിക്കഴിഞ്ഞാൽ അടമഴയായിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെല്ലാം നല്ല നീറ്റായിട്ടൊക്കെ നമ്മൾ ചെയ്യണം. പരിസരമൊക്കെ എല്ലാവരും ഒരു മഴയ്ക്ക് മുമ്പേ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ നോക്കണം. കാരണം നമ്മൾ ചിരട്ടകളിൽ പിന്നെ ഈ റബ്ബർ ചിരട്ടകളൊക്കെ കമത്തി വെക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യണം. നമ്മളിതൊക്കെ ഇത് തടയാൻ ഒരു മാർഗം മാത്രമാണ്. പക്ഷേ ഇത് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, അതിൻ്റെതായ നമ്മൾ കൗണ്ട് പിന്നെ കുറഞ്ഞു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമുക്ക് ബോഡി പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ ആസ്പിരിൻ പോലെയുള്ള ഗുളികകളൊക്കെ അധികം കഴിക്കാതിരിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് നല്ലതല്ല. ഈ ഒരു ടൈമിൽ നമ്മൾ ആസ്പിരിൻ പോലത്തെ ഗുളികകളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊന്നും കഴിക്കാതിരിക്കുക. അതുകൊണ്ട് ഈ മഴക്കാലം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കടന്നു പോട്ടെ കേട്ടോ.